കോഴിക്കോട് നാദാപുരത്ത് RMP പ്രവർത്തകന്റെ വീട്ടിലെ കിണറ്റിൽ മനുഷ്യവിസർജ്യം തള്ളിയത് വൃത്തിഹീനമായ പ്രവൃത്തിയെന്ന് കെ രമ. കേരളത്തെ ലജ്ജിപ്പിക്കുന്ന പ്രവൃത്തിയാണ്, രാഷ്ട്രീയ വിരോധമാണ് ഹീനകൃത്യത്തിന് കാരണം. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. ഈ പ്രവൃത്തി ചെയ്തവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നും കെ രമ ചോദിച്ചു. രാഷ്ട്രീയ വിരോധം തന്നെയായിരിക്കും ഇതിന്റെ കാരണം എന്നതാണ്. മറ്റൊരു വിരോധവും മനോജിനെ സംബന്ധിച്ചില്ല അങ്ങനെയൊന്നും ചെയ്യാൻ. അപ്പം രാഷ്ട്രീയ വിരോധം, രാഷ്ട്രീയ കാരണം തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, കർശനമായ നടപടി ഉണ്ടാവണം. ഒരാളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഏറ്റവും വൃത്തിഹീനമായ, ഏറ്റവും അപരിഷ്കൃതമായ, ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോഴും ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കുന്നതാണ്, കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുന്നതാണ്. ആകാശ് തരത്തിലുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി ആകാശ്. കൊടും വേനലാണ്. അപ്പോൾ ഒരു കിണറ്റിലൊക്കെ അല്പം വെള്ളം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ആ കിണറ്റിലാണ്, കുടിവെള്ളത്തിലാണ് നിലവിൽ ഒരു വീടും അവരോട് ചേർന്നുള്ള വീടുകളൊക്കെ ആശ്രയിക്കുന്ന ഒരു കിണറ്റിലാണ് നിലവിൽ മനുഷ്യവിസർജ്യം കലർത്തിയിരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട കാര്യം ചെയ്ത, അപരിഷ്കൃതമായി കാര്യം ചെയ്ത ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലാണെങ്കിൽ അത്രയും ഹീനമായ ഒരു കാര്യം മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടിയും വരും. തീർച്ചയായും ഷാമിലി പറഞ്ഞതുപോലെ തന്നെയാണ്, അത്രയും ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏകദേശം ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം അറിയുന്നത്. ഈ നാദാപുരം തൂണേരി സ്വദേശിയായിട്ടുള്ള മനോജിന്റെ വീട്ടിലെ കിണറ്റിലാണ് മനുഷ്യവിസർജ്യം കണ്ടെത്തിയിരിക്കുന്നത്. 2-3 കുടുംബങ്ങൾ, ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 2-3 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കിണറിലാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യവിസർജ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടു. ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ന്റെ സജീവ പ്രവർത്തകനായിരുന്നു മനോജ്. അതിനാൽ തന്നെ അദ്ദേഹത്തിനെ നിരവധി തവണ CPM പ്രവർത്തകർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കെ രമയും പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, അത് കൃത്യമായി രാഷ്ട്രീയ പ്രശ്നമാണെന്നാണ് ഇപ്പോൾ കെ രമ തന്നെ പറയുന്നത്. ഏറ്റവും ഹീനമായ കൃത്യമാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ CPM-ഉം കൂടാതെ ഈ RMP തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മനോജിന് നിരന്തരമായി ഭീഷണി ഉണ്ടായിരുന്നതായും പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. കൂടാതെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, 2-3 വീട്ടുകാർ ഈ വേനൽക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കിണറാണ്. ആ കിണറ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു മോശം പ്രവൃത്തി ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ CPM പ്രവർത്തകരാണെന്നുള്ള ഒരു ആരോപണമാണ് RMP മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളോടും സമീപത്തുള്ള ആളുകളുടെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. ഏതായാലും കെ രമയും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഹീനമായ കൃത്യം ചെയ്തവരെ പെട്ടെന്ന് തന്നെ പോലീസ് പിടികൂടുക, അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുൾപ്പെടെ കാര്യങ്ങളാണ് കെ രമയും മുന്നോട്ട് വെക്കുന്നത്. ഷാമിലി. ശരി ആകാശം.